നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? റിലേറ്റഡ് ടു മ്യൂസിക്, ഋതം, അല്ലെ, ടോൺ, ഇതൊക്കെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് വന്നത്. അതായത് ദ ടാലന്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് മ്യൂസിക്, അതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. അപ്പൊ എന്താണ്? മ്യൂസീഷ്യൻസ് ആയി, കമ്പോസേഴ്സ് ആയി, അവർക്കൊക്കെ എന്ത് മനസ്സിലാവണം? ഒരു താളം, ഒരു റിതം അല്ലെങ്കിൽ ഒരു ടോൺ, ഇതെല്ലാം എന്ത് നന്നായിട്ട് മനസ്സിലാകണം. അപ്പൊ ഇങ്ങനെ മനസ്സിലാകുന്നവർക്ക് നമുക്ക് എന്ത് പറയാം? അവർക്ക് നല്ല ഹൈ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി മൂവ്മെന്റിന്റെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കണ്ണും കൈയും ഒരിടത്തെത്തുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഐ ഹാൻഡ് കോർഡിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്. ഇപ്പൊ യോഗ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവർ, അവർക്ക് എന്താണ്? അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. സോ ആരാണ് ഈ ഇന്റലിജൻസ് പ്രോമിനന്റ് ആയിട്ടുള്ളവര്? അത്ലറ്റിക്സ് ആയി, ഡാൻസേഴ്സ് ആയി, സർജൻസ് ആയി, ക്രാഫ്റ്റ്സ് പീപ്പിൾ ആയി, ഓക്കെ, അവർക്കാണ് ഈ ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. കൺഫ്യൂസ് ആവരുത്, നമ്മുടെ കയ്യിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട്. ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺസ്, ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളൊരു കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാം ടീച്ചേഴ്സ് ആയിട്ടും ലീഡേഴ്സ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ടും പൊളിറ്റീഷ്യൻസ് ആയിട്ടും ഒക്കെ ഇങ്ങനെയുള്ളവര് ത്രൈവ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് അതിനെ പറയുന്നത്. ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, എന്റെ ഇമോഷൻസ് എന്താണ്, എന്റെ മോട്ടിവേഷൻസ് എന്താണ്, ഞാൻ എന്റെ മനസ്സിലെ ചിന്തകൾ എന്താണ് എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ പറ്റി അറിയാൻ പറ്റുന്ന ആ ഒരു ഇന്റലിജൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ പറയുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, അതായത് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും നേച്ചറിനെ കുറിച്ചും നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചുമുള്ള നമ്മുടെ അറിവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ബയോളജിസ്റ്റ് ആയി, എൻവയോൺമെന്റലിസ്റ്റ് ആയി, ഫാമേഴ്സ് ആയി, ഇവർക്കൊക്കെ എന്താണ്? അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു അറിവുണ്ട്. ഫാമേഴ്സിനും ഒക്കെ എന്താ പറയാ, മണ്ണിനെ അറിയാം അല്ലെ, ആനിമൽസിനെ അറിയാം, അവരുടെ ഓരോ ബിഹേവിയറിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു ഇന്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അവസാനം പ്രപ്പോസ് ചെയ്ത ഇന്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. അതായത് എന്താണ്? ഇത് പിന്നെ പ്രപ്പോസ് ചെയ്ത ഒരു ഇന്റലിജൻസ് ആണ്. ഇതെന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സിസ്റ്റൻസിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, യൂണിവേഴ്സ് എന്താണ് എന്ന് സ്പിരിച്വലിയും ഫിലോസഫിക്കലിയും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗാർഡനർ പ്രപ്പോസ് ചെയ്ത 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്. ഓക്കെ, ഓർമ്മയിരിക്കുമെന്ന് വിചാരിക്കുന്നു. So Gardner's theory argues that these intelligences are relatively independent, meaning someone could be highly skilled in one area but not necessarily in others. അതായത് ഇതെല്ലാം എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ മാത്സ് ചെയ്യാൻ നല്ല കഴിവുള്ളവർക്ക് പാടാൻ കഴിവുണ്ടാവണമെന്നില്ല അല്ലേ, എന്നാൽ പാടാൻ കഴിവുള്ളവർ മാത്സ് ചെയ്തോളണമെന്നും ഇല്ല. സോ ഇതെല്ലാം എന്താണ്? ഇന്റർ റിലേറ്റഡ് അല്ല, ഇൻഡിപെൻഡന്റ് അല്ല. ഓരോരുത്തർക്കും ഓരോ സ്കില്ല് ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്കില്ലിന്റെ ചില സ്കിൽസ് ഹൈ ആയിട്ടും ചില സ്കിൽസ് ലോ ആയിട്ടും ഉണ്ടാകാം എന്നാണ് ഗാർഡനറുടെ തിയറി പറയുന്നത്. സോ ദിസ് മോഡൽ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ബൈ പ്രൊമോട്ടിംഗ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആൻഡ് എൻകറേജിംഗ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ദെയർ യുണീക് സ്ട്രെങ്ത്. അപ്പം ഈ ഒരു തിയറിയുടെ ഇൻസൈറ്റ് എന്താണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്താണ്? നമ്മുടെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി അവർക്കുള്ള ഇന്റലിജൻസ് അനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് ഗാർഡനേഴ്സ് തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്, ഗാർഡനറിന്റെ ആ ബുക്കിന്റെ പേര് ദാറ്റ് ഇസ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ബുക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത് എഴുതിയ ബുക്കാണ് ഇന്റലിജൻസ് റീഫ്രെയിം ഇൻ ദ ഇയർ 1999. സോ ഈ 2 ബുക്കിലൂടെയാണ് ഗാർഡനർ എന്ത് ചെയ്തിരിക്കുന്നത്? 9 ഇന്റലിജൻസസ്, 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസസ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്.